അപ്പൊ ചില സിറ്റുവേഷനിൽ നമുക്ക് തന്നെ തോന്നൂല എന്റെ ഭാഗത്തായിരുന്നു തെറ്റ് എന്നുള്ളത്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല, എനിക്കറിഞ്ഞു. അങ്ങനെ പുള്ളി എന്ത് വന്നാലും എന്നെ റെഫർ ചെയ്യില്ല എന്ന് പറഞ്ഞുള്ള വാശിയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പുള്ളിയുടെ അടുത്ത് വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു തെറാപ്പിയുടെ ആവശ്യം എനിക്ക് 2021 വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഏകദേശം കുറച്ച് കാലത്തോളം തെറാപ്പി എടുത്തിട്ടാണ് ബെറ്റർ ആയത്. എന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ പുള്ളി ഹിസ്റ്ററി നോക്കി, അപ്പൊ നിനക്ക് അന്ന് ഇപ്പൊ നീ ബെറ്റർ ആയില്ലേ എന്നുള്ള ഒരു മൂഡ്. പിന്നെ ആവശ്യം എന്റെ കാരണം ഞാൻ പുള്ളിനെ കുറച്ചും കൂടി കൺവിൻസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്ക് പുള്ളിയുടെ കമ്പ്യൂട്ടർ തുറന്നിട്ട് ഇവിടുത്തെ ഒരു സെറ്റ് ഓഫ് ക്ലിനിക്സ് കാണിച്ചു തന്നിട്ട്, ഇവിടെ എവിടെ നിനക്ക് വേണ്ടത്, നിന്റെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഇവിടെയൊന്നുമില്ല, ഈ ഒരു ക്ലിനിക്കിൽ ADHDക്കുള്ള സൊല്യൂഷനാണ്, ഈ ഒരു ക്ലിനിക്കിൽ മറ്റേതിനുള്ള സൊല്യൂഷനാണ്, ഇതിനാണ് നിന്റെ പ്രശ്നം ഭയങ്കര ബേസിക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പുള്ളി ഇതാവാൻ തുടങ്ങി. അപ്പൊ ഞാനും കുറച്ച് ഇതാവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവസാനം ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. കലിപ്പിട്ടിട്ടല്ല ഇറങ്ങിപ്പോന്നത്. ഞാൻ പറഞ്ഞു, ദിസ് ഇസ് നോട്ട് ഹെൽപ്പിംഗ് മീ, അതുകൊണ്ട് എന്റെ ജീപ്പ് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു രാവിലെ. അത്ര എന്തൊക്കെ പറയുന്നതിനൊക്കെ.